നവാസ് നീ ഇത് കണ്ട എന്ത് തോന്നുന്നു? ഒന്നും മെനക്കെട്ടാ നമുക്ക് നടക്കുമല്ലേ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇതിനെ ബേസ് ചെയ്ത് പറഞ്ഞതാ. ഇത് കറക്റ്റ് അല്ല അല്ലേ? ഇത് നോക്കിയേ, ഈ ആൾക്ക് പാസ്റ്റ് വളരെ മോശമാണ്, പക്ഷേ IAS എത്തുമ്പോൾ റാങ്ക് തേർഡാണ്. ഇയാൾക്ക് പാസ്റ്റ് നല്ലതാണ്, പക്ഷേ IAS എത്തുമ്പോൾ എന്തായി, റാങ്ക് കുറച്ച് 15 കിട്ടിയിട്ടുള്ളൂ. ഇതെന്താ സംഭവിച്ചാൽ പാസ്റ്റ് നമ്മൾ ആരായി എന്തായെന്നുള്ളതല്ല, പ്രസൻ്റ്ലി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതൊരു പോയിൻ്റാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ ഹാർഡ് വർക്കാണ് കാര്യം. നമ്മളെ ബുദ്ധിനേക്കാൾ പ്രാധാന്യം എന്താണ്? ഹാർഡ് വർക്കിനാണ്. ഷോസ് ദാറ്റ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ +2 ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. IAS ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഇനി എന്നാൽ പഠിക്കാത്ത കുട്ടികൾ. അവരൊക്കെ ലൈഫിൽ വലിയ വലിയ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇതെന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് അത്ര ബുദ്ധിയുണ്ടോ, ഇത്ര പഠിത്തമുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തമോ അല്ലെങ്കിൽ ബുദ്ധിയിലൊന്നല്ല കാര്യം എന്താണ്? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, എന്തായാലും നിങ്ങളുടെ കൂടെ വിജയം ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് CA, ACCA അതുപോലത്തെ കോമേഴ്സിലെ നല്ല നല്ല കോഴ്സിലേക്ക് ഇവർ പ്രത്യേകിച്ചൊരു പേടി ഉണ്ടാവും. അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, സക്സസ് വിൽ ബി വിത്ത് യുവേഴ്സ്.